ഹായ് ഗേയ്സ്, നമ്മുടെ വ്ളോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തെടുക്കണം, സുഖമായിട്ടിരിക്കണം. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണം, സേഫായിട്ടിരിക്കണം. അപ്പോൾ ഇന്നും നമ്മുടെ ചെറിയൊരു ഈവനിങ് റൂട്ടീനാണ്. ഈവനിങ് റൂട്ടീൻ വിശദീകരിക്കാനൊന്നുമില്ല, എല്ലാ വീട്ടിലും സാധാരണ ചെയ്യണ പോലെ നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന കേട്ടോ. ഒരു 6 മണിക്ക് ശേഷം നമ്മുടെ എല്ലാ വീടുകളിലും അല്ലേ, നമ്മൾ ഏത് മതത്തെയാണ് അല്ലെങ്കിൽ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് അവരെ വിളിച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുക. നമ്മുടെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ അവരായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതൊക്കെയാണല്ലേ നമ്മുടെ എല്ലാവരുടെയും പണി. അപ്പോൾ 6 മണിയായി. ഞാനും ഇവിടെ വീട്ടിൽ വിളക്ക് വയ്ക്കാനുള്ള തിടുക്കപ്പാടിലാണ് കേട്ടോ. നമ്മുടെ പൂവും ഇത് കണ്ടില്ലേ, നമ്മുടെ വീട്ടിലുണ്ടായ പൂവാണ്. ഞാൻ വീഡിയോസിൽ കാണിച്ചു തന്നിട്ട് നമ്മുടെ മുല്ല. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതാണ്. ദിവസം ഒരു 5-6 മുഴം മുല്ല കിട്ടും. അപ്പോൾ ഞാൻ വിചാരിക്കും എന്നിപ്പോൾ തലയിൽ വെച്ചിട്ട് വലിയ ഇതൊന്നുമില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്വത്തിന് വേണ്ടി എടുത്തു വയ്ക്കും. ബാക്കി ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് വൈകുന്നേരം സമയത്ത് ദേവിക്ക് ചേർത്താറാണ് പതിവ്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്ക്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ദേവീനെ അണിഞ്ഞൊരുങ്ങി കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈവാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെറിയ പൂവും പുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ തൊഴുതാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീട്ടിലുള്ളവർക്കും ഈ പ്രപഞ്ചത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറയുന്നത് അവർക്ക് നല്ലത് വരട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്. നമ്മുടെ കയ്യിൽ വേറെ ഒന്നും കൊടുക്കാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. നല്ല മഴക്കാറുണ്ടായിരുന്നു. രാവിലെ മുതൽ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇരുണ്ട് മൂടി നിൽക്കുകയായിരുന്നു. രാവിലെ കുറച്ച് വെട്ടം കണ്ടതാണ്. അതിന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല മഴക്കാറായിരുന്നു. അപ്പം അമ്മയും ഉണ്ണിയൊക്കെ പൂ പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴയ്ക്ക് മുന്നേ പൂ പറിച്ച് അകത്ത് കയറണം എന്നതായിരുന്നു നമ്മുടെ ഉച്ച ലക്ഷ്യം. അപ്പോൾ ഞാൻ അവരുടെ പിന്നാലെ പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റായിട്ട് ഇറങ്ങിട്ടോ. നല്ല മഴക്കുണ്ട് കണ്ടോ. അത്രയും നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും. ആകാശത്ത് കൂടെ നോക്കിക്കണ്ടോ, അവിടെയൊക്കെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റിമുല്ല. 2 കുറ്റിമുല്ലയുണ്ട് കേട്ടോ. നമുക്ക് വഴി തന്നെ 2 ഉണ്ട്, പിന്നെ 2 സാധാ മുല്ലയുണ്ട്. അങ്ങനെ എല്ലാ മുല്ലയൊന്നും കൂടി കിട്ടുമ്പോൾ 4-5 മുഴം പൂ കിട്ടും. ഇത് വിരിഞ്ഞ് നിൽക്കണ കാണാൻ നല്ല രസമാണ്. പക്ഷേ എന്താ വെച്ചാൽ വിരിഞ്ഞ് നിന്ന് വെറുതെ കൊഴിഞ്ഞു പോകണേക്കാട്ടും നല്ലതല്ലേ. നമുക്ക് ഒന്നല്ലെങ്കിൽ കുട്ടിക്ക് വയ്ക്കുക, സ്വത്തുണ്ണിക്ക് വെച്ച് കൊടുക്കുക. അതൊക്കെ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പം അതിന് വേണ്ടി സ്വത്തുണ്ണി കുറച്ച് നേരം വെക്കുള്ളൂ കേട്ടോ. ഒരു 5-10 മിനിറ്റൊക്കെ നേരെ വെക്കുള്ളൂ. എന്നാലും ഞാനതിങ്ങനെ വെച്ച് കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നീച്ച് വരുത്തി നടത്താനും. പക്ഷേ അവളാണെങ്കിൽ നേരെ വിപരീതമായിട്ടേ ചെയ്യുള്ളൂ. അവൾക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. അവൾക്ക് കുളിച്ച് കഴിഞ്ഞ് ഒരു ക്രീം തേക്കുക അല്ലെങ്കിൽ ഒരു പൗഡർ ഇടാന്ന് പറയുമ്പോൾ തന്നെ അവൾ കരച്ചിൽ തുടങ്ങും. പിന്നെ ഞാൻ അധികം നിർബന്ധിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതാ കണ്ടോ, ഞാനും അമ്മയും, ഞാനൊരു ഇതിൽ നിന്ന് പറിക്കേണ്ട വേറൊരു അമ്മ അവിടെ നിന്നും ഞാൻ ഇവിടെ നിന്നും പറിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു അന്തരീക്ഷം ആകെ മൂടി കെട്ടി നിൽക്കുകയാണ്. അതിനിടയിൽ സ്വത്തുണ്ണി പോയി ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. അവൾക്ക് ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ പൂ പറിക്കാൻ വേണ്ടിയിട്ട്. അവളാണെങ്കിൽ നിലത്ത് ഇറങ്ങാൻ കിട്ടിയ സന്തോഷത്തിലാണ് അവൾ. എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് അവളെ ഇപ്പം ഇങ്ങനെ വൈകുന്നേരം ഒന്നും പുറത്തേക്ക് ഇറക്കാറില്ല, മിക്ക ദിവസം മഴയായതുകൊണ്ട്. അപ്പോൾ അവൾക്ക് ഇറങ്ങാൻ കിട്ടുന്ന സമയം അവൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവൾ ഞങ്ങളുടെ അപ്പം ഞാൻ പാട്ടൊക്കെ എന്തൊക്കെയോ പാടി കൊടുക്കുന്നുണ്ട്. അതിനപ്പോൾ അവൾ ഡാൻസ് കളിക്കുക എന്തൊക്കെയാണ്. പിന്നെ അവൾ ആകാശത്ത് നോക്കിയിട്ട് മഴയെ വാ വാ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പൂവൊക്കെ പറിച്ച് അവൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോവാണ്. ഇതിനൊക്കെ ഇടയിൽ എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു, പായസം കഴിക്കണം തോന്നിയിട്ടോ. കഴിഞ്ഞ ദിവസം ഏട്ടൻ ഉണക്കലരി വാങ്ങിയിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതും കൊണ്ട് പായസം ഉണ്ടാക്കിയാലോ വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ എന്നോട് പറയാതെ പാലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അത് ഉണ്ടാക്കണം വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി കളയാന്ന്. അപ്പോഴേ അമ്മ പറഞ്ഞു, മോനെ ഗ്യാസില്ല, വിറകാകെ ഇച്ചിരി ഉണങ്ങിയിട്ടുള്ളൂ, രാവിലെ മുതൽ നീ അടുപ്പിലിട്ട് ഊതന്തല്ലേ. ഇപ്പോൾ പായസം നമുക്ക് നാളെ ഗ്യാസ് വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നീ തിടുക്കപ്പെട്ട് ഉണ്ടാക്കുകയൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ല അമ്മ, എനിക്ക് എന്തോ ഒരു ആഗ്രഹം പായസം കഴിക്കണം എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നീ എന്താ വെച്ചാൽ ചെയ്തോ, നീ തന്നെയാണ് ഊതണത്, നീ തന്നെയാണ് ഉണ്ടാക്കുന്നത്, നിനക്ക് വേണ്ടി തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഫുഡൊക്കെ എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെയല്ല, കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. അതിനുശേഷം ഞാൻ അടുക്കളയിൽ പോയിട്ട് വന്നപ്പോഴേക്ക് ഒരു പെങ്കൊച്ച് നോക്കി ബൈക്കിൽ കയറി കളിക്കുന്നു.
അവൾ തന്നെ ബൈക്കിൽ കയറുവാണ് കേട്ടോ. അവളെ പിടിച്ചിറക്കാനൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷേ നല്ല കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് അവൾ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ച്. അമ്മ അവളുടെ പിന്നാലെ ഉണ്ട് കേട്ടോ. അമ്മ അവളെ പിടിച്ചിറക്കും, അവൾ കരയും. ലാസ്റ്റ് അമ്മ അവളെ കുറച്ച് നേരം അവിടെ ഇരുത്തി, ബൈക്കിൽ തന്നെ ഇരുത്തി. അത് കഴിഞ്ഞ് പിന്നെ അവൾ കയറുവാണ് കേട്ടോ. ഒരു പേടിയില്ല. ഈ പെണ്ണിന് ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇത്രയും കുരുത്തക്കേടുള്ള പിള്ളേർ? കണ്ടോ, നമ്മൾ വിചാരിക്കും അയ്യോ വീഴാൻ പോവല്ലേ, പേടി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു പേടിയില്ല. ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ നല്ല കൂളായിട്ട് ബാലൻസ് ചെയ്ത് അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ അതിൻ്റെ മുകളിൽ മുല്ലപ്പൂവിൻ്റെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവളുടെ ലക്ഷ്യം. അത് മനസ്സിലാക്കി അമ്മ വേഗം അത് അവളുടെ കയ്യിലെടുത്തു കൊടുത്തു. 5 മിനിറ്റിലുള്ള അതൊക്കെ അവൾ പീച്ച് ചീന്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിലത്തേക്കൊക്കെ ഇട്ട്. പിന്നെ അമ്മ അവളിരുന്ന് പറക്കണൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദാണ്ടേ ടേബിളിൻ്റെ അടിയിലോ, ടേബിളല്ലല്ലോ സംഭവം, ഈ സംഭവത്തിൻ്റെ അടിയിൽ TV-യുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, പഴയ TV-യുടെ സ്റ്റാൻഡായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ നോക്കിയ രസമാണ്, എന്നാൽ അപകടകരമാണ് കേട്ടോ. നമ്മൾ കുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തൊക്കെ സൂക്ഷിക്കണം. ഇങ്ങനത്തെ വികൃതിയുള്ള പിള്ളേരെ ഒന്നും ഒറ്റയ്ക്ക് നിർത്തി എവിടെയും പോകാൻ പറ്റില്ല. ഞാനൊക്കെ അത് കാരണം ഞാൻ അവളെ ഒറ്റയ്ക്ക് വീട്ടിലുള്ളെങ്കിൽ ഞാൻ ഇവളെ ഇട്ടിട്ട് എങ്ങോട്ടും പോകില്ല. എനിക്കറിയാം ഇവളുടെ കയ്യിൽ അത്ര കുരുത്തക്കേടുണ്ടെന്ന്. അതിനിടയ്ക്ക് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടോ. നീണ്ട ഊതലിന് ശേഷം അടുപ്പത്തിരുന്ന് തിളച്ചു. എന്നെ അമ്മ ഇവിടുന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കണൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ തളരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പായസമൊക്കെ റെഡിയാക്കി. അങ്ങനെ ആ മഴയത്ത് നല്ല ചൂട് പായസം കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ബൈ ബൈ.